ഹായ് ഓൾ, ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ മത്സരം ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ടോസ് നേടി സിംബാബ്വെ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. നിശ്ചിത 20 ഓവറിൽ ഇന്ത്യ 256 റൺസ് 4 വിക്കറ്റിന് സ്കോർ ചെയ്യുകയുണ്ടായി. ഇത് തുടർന്ന് ബാറ്റ് ചെയ്ത സിംബാബ്വെ ആകട്ടെ 184 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ തോറ്റിരുന്നു. ഇപ്പോൾ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇനിയും സെമി സാധ്യത ഇപ്പോൾ നിലവിലുണ്ട്. കാരണം വെസ്റ്റ് ഇൻഡീസിനെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇനി അടുത്ത മത്സരം കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അതിന് പുറമെ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നന്നായി പെർഫോം ചെയ്ത് ഇന്ന് തുടക്കത്തിൽ തന്നെ ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ച് ചെയ്തു. അതിനുള്ള കാണാനും ഉണ്ടായി. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി സഞ്ജു സാംസൺ ഇന്ന് അവസരം നൽകി. സഞ്ജു സാംസൺ നല്ലൊരു മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് വേണ്ടി കൊടുത്തത്. തുടക്കത്തിൽ തന്നെ 24 റൺസ് സ്കോർ ചെയ്താണ് സഞ്ജു ഔട്ടായത്. അതിൽ തന്നെ 2 സിക്സറുകളും 1 4ഉം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അഭിഷേക് ശർമ്മ ഒന്ന് പരുങ്ങി കളിച്ചെങ്കിലും സഞ്ജു സാംസൺ നല്ല രീതിയിൽ സ്റ്റാർട്ട് കൊടുത്ത് പിന്നെ അങ്ങോട്ട് അഭിഷേക് ശർമ്മയും ഒന്ന് ക്ലിക്കുകയായിരുന്നു. അഭിഷേക് 55 റൺസ് എടുത്തു. ഇഷാൻ കിഷാൻ 38 റൺസ് എടുത്തു. സൂര്യകുമാർ യാദവ് 33 റൺസ് എടുത്തു. ഹാർദിക് പാണ്ഡ്യ 50 റൺസ് എടുത്തു. തിലക് വർമ്മ 44 റൺസ് എടുത്തു. അങ്ങനെ വേൾഡ് കപ്പിൽ തിളങ്ങാതിരുന്ന വർമ്മയും ശർമ്മയും ഇന്ന് തിളങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇന്ന് സിക്സറുകളൊക്കെ പറത്തിയിട്ടുണ്ട്. ഇന്ന് തിലക് വർമ്മ സാധാരണ രീതിയിൽ ദുബൈ കളിക്കുന്ന പൊസിഷനിലാണ് കളിച്ചത്. വളരെ ലാസ്റ്റാണ് ഇറങ്ങിയത്. എങ്കിൽ പോലും 16 ബോളിൽ 44 റൺസ് നല്ലൊരു പ്രകടനം പുള്ളിക്ക് ഇന്ന് കാഴ്ചവെക്കാൻ സാധിച്ചു. 4 മികച്ച സിക്സറുകൾ. പാണ്ഡ്യയും വർമ്മയും നല്ല രീതിയിൽ തന്നെ ഒരു എൻഡിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇതിൽ വിജയം സിംബാബ്വെ ഭാഗത്തു നിന്നാണെങ്കിൽ ബെന്നറ്റ് എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ നല്ല രീതിയിൽ തന്നെ അവർക്ക് വേണ്ടി പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹം 97 റൺസ് എടുത്തിരുന്നു. ഇന്ത്യക്കെതിരെ ഇത്രയും നല്ലൊരു നന്നായി തന്നെ അവർ ചേസ് ചെയ്തിരുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. പക്ഷേ അവരും നന്നായി തന്നെ ഇന്ന് കളിച്ചിരുന്നു. പക്ഷേ ഇന്ത്യക്ക് നല്ലൊരു റൺ ടോട്ടൽ ഉള്ളത് കൊണ്ട് ഇന്ത്യ തന്നെയാണ് ജയിച്ചത്. ഇപ്പോൾ ബോളിങ്ങിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. ചെന്നൈയിലായിരുന്നു കളി. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജു സാംസൺ ഓൾറെഡി സെലക്റ്റഡ് ആണ്. അപ്പോൾ അതിന് മുന്നേ സഞ്ജുവിന് ഇന്ന് ചെറിയൊരു പ്രാക്ടീസ് മത്സരം പോലെയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ ചെന്നൈയിലെ ആരാധകർക്ക് മുമ്പിൽ കാഴ്ചവെക്കാൻ സാധിച്ചതിൽ സഞ്ജുവിന് അതിലൊരു അഭിമാനമുണ്ടാകും. ഒരു MS ധോനി വന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റാണ് ഇന്ന് ചെന്നൈ സ്റ്റേഡിയത്തിൽ സഞ്ജു സാംസൺ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇനിയും തുടർച്ചയായിട്ടുള്ള മത്സരം ഇന്ത്യ ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.